എന്താ സംഭവം എന്ന് ചോദിച്ചാല് രമേശ് ചെന്നിത്തല പെരുമ്പവരെങ്ങാണ്ട് പോയി ഹിന്ദി പ്രസംഗം നടത്തുക. അതായത് ബംഗാളികൾക്ക് ബോധവൽക്കരണം. അത് പറയുന്നത് കേൾക്കാൻ ഭയങ്കര चुनाव के टाइम में आप वापस आपके घर जाके वोट किया, तेरे घर में भाई है, बहन है, എന്നൊക്കെ പറഞ്ഞ മാ ഹെ പിതാ ഹെ ഉസ്കോ ഖാനെ പീനെ കർണെ കെ ലിയെ എന്നൊക്കെ പറഞ്ഞ് രമേശിൻ്റെ ഇതിലെ ഭയങ്കര പ്രസംഗം. ഈ പ്രസംഗത്തിനകത്തുള്ള രസം എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നേതാവിന് ചുറ്റും ഇങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ തടിച്ചു കൂടും. ഇവരെന്ത് ഇങ്ങനെ നിൽക്കുന്നേ? പിണറായി വിജയൻ സംസാരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സംസാരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നിരത്തി പിടിച്ച ആളെ നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ തള്ളി കയറത്തില്ല ആരും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇത് നടക്കുന്ന കണ്ടോ? എന്തോ അവിടെ എന്തോ നടക്കുന്നത് ഇത് കണ്ടോ? പുള്ളിയെ കാണിക്കുമ്പോഴേ കോമഡി. സ്റ്റേജ് നിറച്ചാളാ കണ്ടോ, നിറഞ്ഞു നിൽക്കുവാന്ന്, തിരക്കാ. ഇവരുടെ പരിപാടി എവിടെ വേണം നടന്നോട്ടെ, പേരെടുക്കാൻ ഇങ്ങനെ കുറെ എണ്ണം തള്ളി കയറി നിൽക്കേണ്ട ഗതികേടുള്ള മനുഷ്യരാണ്. അതാണ് ആ പാർട്ടിയുടെ സിസ്റ്റം. മനസ്സിലായോ? ഈ ഉമ്മൻചാണ്ടിയെ കാണാൻ എല്ലാവരുടെ സെക്രട്ടറി ഇടിച്ചു കയറുക പറയുന്നത് വലിയ ജനകീയ സംഭവമാണെന്നാണ് പറയുന്നത്. എന്നാൽ അതല്ലത്, ഇത് ഈ ഊളത്തരമാണ്. മനസ്സിലായില്ലേ? ഇത് എന്തിനാ പുള്ളി പറഞ്ഞത്? കെട്ടി നിൽക്കുക 3, 6, 7 പേരെ ഫ്രെയിമിൽ കാണാൻ പറ്റും എവിടെ നോക്കിയാലും. പിണറായി വിജയൻ വരുന്ന സമയത്ത് അയാളെ മാത്രം സ്റ്റേജിൽ ആ പ്രദേശത്ത് കാണാൻ പറ്റില്ല, ബാക്കിയുള്ള ഒരു മര്യാദയ്ക്ക് ഇരിക്കുകയൊക്കെ ആയിരിക്കും. അതാണ് ഈ രണ്ട് ടീമിൻ്റെയും വ്യത്യാസം. ഇത് വലിയ ജനകീയത പരിപാടിയൊന്നുമല്ല. ഇന്നതുള്ള ഇപ്പോൾ പലരും ആഗ്രഹിക്കുന്നത് ഇദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ എന്നാണെന്ന്. ഇത് ഈ ഡയലോഗ് അടിക്കുന്നതിനോ? ഇതിനകത്തുള്ള കോമഡി എന്നെ അറിയോ? രമേശ് ചെന്നിത്തലയുടെ ഹിന്ദി കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാർ, ഇപ്പം ഞാനാണേലോ താനാണല്ലോ ആരും ഹിന്ദി പറഞ്ഞാലും ഹിന്ദിയുടെ ഒരു ഭയങ്കര കറക്റ്റായിട്ടുള്ള ഹിന്ദി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ ഹിന്ദിക്കാരൊക്കെ ഇടപെടുമ്പോൾ അവർ പറയും മലയാളിയുടെ ഇടയിൽ നിന്ന് കൊള്ളാവുന്ന ഹിന്ദിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ. അല്ലാതെ ഹിന്ദിയെ ബർബാദ് കറേ ആപ് ലോഗ് എന്ന് പറയും. അപ്പോൾ ഉടനെ അതുപോലത്തെ ഹിന്ദി ആണെങ്കിലും തമ്മിൽ ഭേദമാണ്. ഇയാൾ ഈ ഡൽഹിയിലൊക്കെ പോകുന്നതുകൊണ്ടേ, പണ്ട് മറ്റേ ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞ് പോകുമല്ലോ, അതുകൊണ്ട് ഹിന്ദിയൊക്കെ അറിയാം, എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ പ്രശ്നം എന്നാണെന്നറിയോ? ഹിന്ദിയിലല്ല കുഴപ്പം, അത് പറയുന്ന സ്ഥലവും പറയുന്ന ആൾക്കാരുമാണ് പ്രശ്നം. ഇതൊക്കെ എന്തിനാ? മനസ്സിലായോ? ഇതിൻ്റെ ആവശ്യം എന്തുവാ? അവിടെ പെരുമ്പോൾ അവരെന്തോ പ്രശ്നമുണ്ട്, അവിടെ ഭയങ്കര കഞ്ചാവാണ്, മയക്കുമരുന്നാണെന്നും പറഞ്ഞ് നിരന്തരം വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നാട്ടുകാർ നടന്ന് പറയുന്നുണ്ട് ഇവന്മാരെല്ലാം കഞ്ചാവടിക്കാരാണ്, ഇവൻ വിൽപ്പനക്കാരനാണ്, നിരോധിത പുകവലി ഉൽപ്പന്നം വിൽക്കുന്നുണ്ട്, അതാണ് ഇതാണെന്നെല്ലാം പറയുമ്പോഴും രമേശ് ചെന്നിത്തല പോയി നിന്നുകൊണ്ട് അവിടെ നിന്ന് കൊണന്ന് ഹിന്ദി പറഞ്ഞാലും മലയാളം പറഞ്ഞാലും ഒരു കാര്യവും ഇല്ല. ആ വന്ന് നിൽക്കുന്നവന്മാരൊക്കെ അടിച്ച് സെറ്റായിട്ട് വന്ന് നിൽക്കുക. മനസ്സിലായല്ലോ? ഏതോ മന്ത്രി വന്നിരിക്കുന്നു, അവരുടെ നാട്ടിലൊക്കെ മന്ത്രിമാർ വരുമ്പോഴും അവന്മാരിങ്ങനെ, മനസ്സിലായോ? അടിച്ച് ചെന്നെല്ലാം കേൾക്കും. പക്ഷെ അവർ വേറെ എന്തെങ്കിലായിരിക്കും പറയുന്നത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം വന്നോ, റോഡില്ല, റോഡുണ്ടാക്കി തരാമെന്നൊക്കെ ആയിരിക്കും അവിടുത്തെ മന്ത്രിമാർ പറയുന്നത്. അപ്പോഴാണ് ഇവിടുത്തെ ഒരു മന്ത്രി വന്നിട്ട് പറയുന്നത്, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കമാനെ കേലിയെ ബായി ബഹൻ കോ കാനെ പീനെ കേലിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആപ്കാ സിന്ദഗി ബർബാദ് നെയ് കർണെ ദോ ഭായിയോ ബഹനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമോ പുള്ളി. മനസ്സിലായോ? ഏ മത് പിയോ ഏ മത് കരോ എന്നൊക്കെ പറയുന്ന ഒരാൾ വന്നേക്കുന്നത്. അപ്പോൾ അവന്മാർ അടിയച്ച് പെരുത്ത് വരാനുള്ളവന്മാർ എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാം കിക്കായിരിക്കും. കുറേ എണ്ണം കള്ളു കുടിച്ചിട്ടുണ്ടാകും, കുറേ എണ്ണം തമ്പാക്കും വെച്ച്, കുറേ എണ്ണം ഈ കഞ്ചാവ് അടിച്ച് എല്ലാം പെത്തഡിനോ മോർഫിനോ എന്താണോ അവന്മാർ കുത്തുന്നത് അതെല്ലാം അടിച്ചിട്ട് അവന്മാർ വന്ന് നിൽക്കുന്നത്. അവരോട് നിന്ന് പ്രസംഗിച്ച് ഇന്നത്തെ ദിവസം കുറേ സമയം കളഞ്ഞെന്ന് എന്നെ കോമഡിയാന്ന് ഓർത്ത് വയ്ക്കേ. പുള്ളിക്ക് കുറച്ച് ഹിന്ദി പറയണമെന്നുണ്ടാകുന്ന തോന്നുന്നു. ഏത് കഴിവ് തെളിയിക്കണ്ടേ? ഭയങ്കര ഹിന്ദിയൊക്കെ അറിയാവുന്ന മന്ത്രിയോ കേട്ടോ. മറ്റേ എന്തിനു പറയുന്നേ, ഇയാൾ എന്തുവാ മന്ത്രിയാ? ആഭ്യന്തരമന്ത്രി അറിഞ്ഞിരിക്കണം, ഹിന്ദിയൊക്കെ അറിഞ്ഞിരിക്കണം. അത് വേറെ ആരാ? അയ്യോ, ലുട്ടാപ്പിയുടെ അത്ര ആർക്കും പറ്റത്തില്ല. സൂപ്പറാണ് ലുട്ടാപ്പി എന്നുള്ള പേര് കറക്റ്റായി ഇട്ടേക്കുന്നത്. ആരിട്ടതാണേലും എന്നെ ഐറ്റം അത്. അയ്യോ, അയാളുടെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, അയച്ചോ ഞാൻ. അടിപൊളി സാധനം.
ഓ എന്നാ രസമാണെന്നറിയാ പുള്ളി. അയ്യോ ഇംഗ്ലീഷ് അയ്യോ അത് തന്നെ. അയ്യോ അത് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഇട്ടിട്ട് കിട്ടിയില്ലടോ. എന്തൊരു കഷ്ടമായി. വേറെ ഏതാണ് ഡൗൺലോഡ് ആയേക്കുന്നത്. ഇതെന്തൊരു കളിയാ. ഞാൻ ഓർക്കുന്നത് ഇതെങ്ങനെ ഡൗൺലോഡ് ആയെന്ന്. ശരി ലുട്ടാപ്പിയുടെ സൂപ്പർ സാധനമാണ് കേട്ടോ. ഏതോ ഒരു ബസ് കയറി അതിനകത്തിരുന്ന് ആൾക്കാർ ജയ് വിളിക്കുന്നുണ്ട്. കൂടെ ജയ്യൊക്കെ വിളിച്ചു. അവസാനം BJP എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം BJP കണ്ട് പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായി കേറിയ ബസ്. അയ്യോ അങ്ങനത്തെ ആളാണോ? എന്നാ ടീമാടാ ഇയാള്. എന്ത് രസം ഇവരൊക്കെ അല്ലേ. കോമഡി. വേണ്ടേ ഇയാള് കോരളം എന്നെ ഐറ്റമാടോ. എന്തോ പറയുന്നു, എന്തോ ചെയ്യുന്നു. കഷ്ടം തന്നെ മുതലാളി. നിങ്ങളുടെ അറിയാത്ത പോലെ ഒന്ന് ഇച്ചിരി അങ്ങോട്ട് ആയതാണ് എന്ന പോലൊക്കെയാ കാണിക്കുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. ഈ ട്രിക്കൊക്കെ നമ്മളും കാണിച്ചിട്ടുള്ള ഏത് അത് ഇത് കേരളത്തിന് എന്താണത് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ പറ്റത്തില്ല. കേരളം എന്ന് എഴുതുമ്പോൾ ഒരു പ്രത്യേകിച്ചും ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കേരളത്തിൽ തന്നെയുള്ള ഇത്ര കൊല്ലം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന അയാൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഇപ്പൊ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായോ? അതാണ് ഇവിടുത്തെ കുഴപ്പം. ഈ നാടിൻ്റെ ഒരു പ്രശ്നമാണ് കാണുന്നത്. കഴിഞ്ഞ കുറേ വർഷമായിട്ട് കേരളത്തിൽ മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന ഒരാൾ കേരളം എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി. പലതും തെറ്റും കേട്ടോ, തെറ്റ് സ്വാഭാവികമാണ്. പക്ഷെ അത് ഇതല്ല തെറ്റുന്നത്. ഇതല്ല എൻ്റെ തെറ്റിങ്ങനെയല്ല, എൻ്റെ കർമ്മം ഇങ്ങനെയല്ല, എൻ്റെ കാരണം ഇങ്ങനെയല്ലെന്ന് എനിക്കൊന്ന്. ഈ മലബാർ സൈഡിലൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ വല്ലതും ആണോ ഇനി പറയുമായിരിക്കും അവര് കേരളം. അയ്യോ എന്നാ വിറ്റൊക്കെയാണോ. അതങ്ങനെ ഒരാള് ഇവിടെ ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട്. വീഡിയോ ഒരു വഴിക്ക്, രമേശ് ചെന്നിത്തല വേറൊരു വഴിക്ക്. എല്ലായിടും ഭയങ്കര പണിയാണ്, ഭയങ്കരമായിട്ട് കാട്ടിക്കൂട്ടുക. കാരണം 10 വർഷം അരങ്ങാതിരുന്നിട്ടേ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് കയറിയപ്പോൾ മറ്റേ പുത്തൻ വെച്ച് പുരപ്പുറം തൂക്കുന്ന കേട്ടിട്ടില്ലേ, ആ സീൻ അങ്ങ് കാണിക്കുക കിടന്ന്. അങ്ങ് എക്സൈറ്റഡാ എല്ലാവരും, മനസ്സിലായോ? ഇതിപ്പോ മിക്കവാറും 1 വർഷം കൊണ്ട് ഇവർ ക്ഷീണിച്ച് അവശരായി മിക്കവാറും 1-2 പേര് മരിച്ചൊക്കെ പോവും. ഇത്രയും പണിയെടുത്ത ആരും മരിക്കാതെ നോക്കുക കേട്ടോ. എല്ലാവരും അങ്ങ് ഇറങ്ങി അങ്ങ് പ്രസ്താവന പ്രഖ്യാപന, ബസ് മോഡിഫിക്കേഷൻ, തൂക്കി തൂഫാൻ, ലാസ്റ്റ് ഊക്കിയാവും. ഇത് ഒരു ഡൗട്ടും വേണ്ട. തമ്മിൽ പ്രശ്നങ്ങള്, കച്ചറ. ഇവര് തമ്മിൽ എപ്പോഴും അടിയായിരിക്കും. നല്ല കോമഡി ആയിവര്, വല്ലാത്തൊരു വീട്ടുകാരാ. ബിഗ് ബോസ് ഹൗസ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ. അപ്പൊ ശരി.